2024 ഒക്ടോബർ 20-ന് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന നിലമ്പൂരിന്റെ മനസ്സറിഞ്ഞ് വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ജ്വല്ലറി ഔട്ട്ലെറ്റ് ആയ തന്മയ ജ്വല്ലറി വിജയകരമായി 1 വർഷം പൂർത്തിയാക്കും. പുതുജീവൻ നൽകിയ ഷാജഹാന് വോട്ട് തേടി കോട്ടയത്ത് നിന്ന് ഐശ്വര്യ നിലമ്പൂരിലെത്തി. 5 വർഷം മുമ്പ് ഐശ്വര്യയ്ക്ക് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ ഷാജഹാനാണ് തുണയായത്. ആ മഹാമനസ്കതയ്ക്ക് നന്ദി പ്രകാശിപ്പിക്കാനാണ് നിലമ്പൂർ നഗരസഭയിലെ മുമ്മുള്ളി ഡിവിഷനിലെ തൃണമൂൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷാജഹാൻ പാത്തിപ്പാറയ്ക്ക് വോട്ട് അഭ്യർത്ഥിക്കാൻ ഐശ്വര്യയും കുടുംബവും ഇന്നലെ നിലമ്പൂരിലെത്തിയത്. ഐശ്വര്യയുടെയും ഷാജഹാന്റെയും പരിചയം 5 വർഷങ്ങൾക്ക് മുൻപാണ് തുടങ്ങുന്നത്. 25 വയസ്സ് പ്രായമുള്ള യുവതിക്ക് വൃക്ക മാറ്റിവെക്കാൻ വൃക്ക ദാനം ചെയ്യാൻ തയ്യാറുള്ളവരുണ്ടോ എന്ന് അന്വേഷിച്ച് ഐശ്വര്യയുടെ കുടുംബം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഷാജഹാന്റെ ഫോൺ കോൾ എത്തിയതോടെ ഐശ്വര്യയും കുടുംബവും ആശ്വാസത്തിലായി. വൃക്ക മാറ്റിവെക്കുന്നത് സംബന്ധിച്ച വിവിധ പരിശോധനകൾക്കും നടപടികൾക്കും ശേഷം 2020 മാർച്ച് 27-ന് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ വെച്ച് ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. തുടർ ചികിത്സയിൽ ഐശ്വര്യ സുഖം പ്രാപിച്ചു. കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ബിനുവുമായി 2024 ഏപ്രിലിൽ ഐശ്വര്യയുടെ വിവാഹവും നടന്നു. ഷാജഹാനുമായുള്ള ഊഷ്മളമായ ബന്ധം ഐശ്വര്യയുടെ കുടുംബം ഇന്നും നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ഷാജഹാൻ പാത്തിപ്പാറ നിലമ്പൂർ നഗരസഭയിൽ സ്ഥാനാർത്ഥിയാണെന്ന് ഐശ്വര്യയും കുടുംബവും അറിയുന്നത്. ഇതോടെ സഹോദരിക്ക് ജീവൻ പറിച്ചു നൽകിയ ഷാജഹാന് വോട്ട് അഭ്യർത്ഥനയുമായി ഐശ്വര്യയുടെ സഹോദരി ആര്യ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ഷാജഹാന്റെ കാരുണ്യകഥ നാടറിയുന്നത്. തുടർന്ന് ഐശ്വര്യയും കുടുംബവും ഇന്നലെ നിലമ്പൂരിലെത്തി ഷാജഹാന് വേണ്ടി വോട്ടർമാരോട് നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഐശ്വര്യയ്ക്ക് പുറമെ ഐശ്വര്യയുടെ മാതാവ് ആനന്ദവല്ലി, സഹോദരി ആര്യ, ഭർത്തൃപിതാവ് സാനു എന്നിവരാണ് കോട്ടയത്ത് നിന്ന് നിലമ്പൂരിലെത്തിയത്. നിലമ്പൂർ നഗരസഭാ പരിധിയിലെ മുമ്മുള്ളി ഡിവിഷനിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷാജഹാൻ പാത്തിപ്പാറ തൃണമൂൽ കോൺഗ്രസ് മുനിസിപ്പൽ കൺവീനറാണ്. നിലമ്പൂർ ജില്ലാ ആശുപത്രി പരിസരത്തെ ആംബുലൻസ് ഡ്രൈവറുമാണ് അദ്ദേഹം. നമ്പറുണ്ട്. ആ നമ്പർ വഴിയാണ് ഷാജഹാൻ അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഷാജഹാൻ ഒരുപാട് തവണ ഹോസ്പിറ്റലിൽ വരണമായിരുന്നു. മെഡിക്കൽ ട്രസ്റ്റ് എറണാകുളം. അപ്പം അങ്ങനെ 1 വർഷത്തോളം നമ്മൾ ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്തു. കോവിഡ് ടൈമിൻ്റെ ആ ഒരു ലോക്ക്ഡൗണിൻ്റെ തലേദിവസമാണ് നമുക്ക് സർജറി ഫിക്സ് ചെയ്തത്. അങ്ങനെ ഷാജഹാൻ വന്ന സർജറി സക്സസ്ഫുൾ ആയിട്ട് നടന്നത്. പിന്നെ ഷാജഹാൻ ഇത് ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാജഹാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയായിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം ഞങ്ങൾ ഷാജഹാൻ്റെ കാസ്റ്റ് ഒന്നുമല്ല. ഷാജഹാൻ നമ്മൾ ബന്ധുക്കാർ പോലും നമ്മൾ കാണിക്കാത്ത ഒരു അറ്റാച്ച്മെൻറ്റാണ് നമ്മൾ കാണിച്ചത്. അപ്പോൾ എല്ലാവരും ഷാജഹാനെ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നെയായിരിക്കും ഗുണം. കാരണം ഞങ്ങൾ ഒരു ബന്ധവും ഇല്ലായിരുന്നു ഷാജഹാൻ. അപ്പം നിങ്ങളെ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്ന ഷാജഹാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത് ഞങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് കൂടിയാണ് ഇത്രയും സ്ട്രെയിൻ ചെയ്ത് നമുക്ക് സമയമില്ലായിരുന്നു. പല പല കാരണങ്ങളും. എനിക്ക് 2 കുഞ്ഞു പിള്ളേരാണ് ഉള്ളത്. അപ്പോൾ അവരെയൊക്കെ ഞാൻ രാത്രി ചെല്ലുമ്പോൾ അതിന് ഭയങ്കര ബഹളമായിരുന്നു. എന്നിട്ടും ഞങ്ങൾ സ്ട്രെയിൻ ചെയ്ത് എൻ്റെ ഹസ്ബൻഡാണ് ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ പുള്ളിക്ക് നാളെ പോകണം. എന്നിട്ടും നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് വന്നത് ഷാജഹാൻ നമ്മളോട് ഇങ്ങനെ കാണിച്ചതുകൊണ്ട് നല്ല ആ ഒരു സ്നേഹം നമുക്ക് ഓരോന്നാണ്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.